PSC അംഗത്വത്തിന് കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ കോഴിക്കോട്ടെ ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിക്ക് CPM. ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളി 2 പ്രമുഖ നേതാക്കളുമായുള്ള ബന്ധം ഉപയോഗപ്പെടുത്തി പണം തട്ടിയതാണ് അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ. എന്നാൽ ആരോപണം പ്രമോദ് കോട്ടൂളി നിഷേധിച്ചു. അതിനിടെ വിവാദം പാർട്ടിക്കുള്ളിൽ പരിഹരിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് എന്നാണ് സൂചന. റിപ്പോർട്ടിലേക്ക് ആദ്യം. പ്രമോദ് കോട്ടൂളി പണം വാങ്ങി എന്നാണല്ലോ പാർട്ടിക്ക് മുന്നിലുള്ള പരാതി. പ്രമോദ് ഇക്കാര്യം സമ്മതിക്കുന്നുണ്ട്? ഇല്ല, പ്രമോദ് സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ല, പരാതിക്കാരിയെ രംഗത്ത് കൊണ്ടുവരാൻ വെല്ലുവിളിക്കുന്നുമുണ്ട് പ്രമോദ്. ആരാണ് പ്രമോദ് കോട്ടൂളി? പ്രമോദ് കോട്ടൂളി CPMന്റെ കോഴിക്കോട് ഏരിയ കമ്മിറ്റി അംഗം, CITUവിൻ്റെ ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാൾ, മുൻ DYFI SFI നേതാവ്. താരതമ്യേന ഇത്രയും ചെറിയ പദവിയിലിരിക്കുന്ന ഒരാൾ PSC അംഗത്വം പോലുള്ള ഇത്രയും വലിയ പദവി വാഗ്ദാനം ചെയ്യാൻ കഴിയുമോ? ഒരിക്കലുമില്ല. CPMന്റെ സംഘടനാ രീതി അറിയുന്ന ഒരാളും ഇക്കാര്യം വിശ്വസിക്കില്ല. അപ്പോൾ പ്രമോദിന് പിന്നിൽ മറ്റാരോ ഉണ്ട് എന്നല്ലേ? പ്രമോദ് കോട്ടൂളിക്ക് പിന്നിൽ 2 മുതിർന്ന നേതാക്കൾ ഉണ്ടെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് ആരൊക്കെയാണ്? അതാരാണ് എന്നുള്ളത് പിന്നീട് പുറത്തു വരും. ഇത്രയുമായ സ്ഥിതിക്ക് പ്രമോദിനെതിരെ നടപടി ഉണ്ടാകില്ലേ? ഉറപ്പാണ് പ്രമോദിൻ്റെ ഏരിയ കമ്മിറ്റി അംഗത്വവും അതോടൊപ്പം തന്നെ CITU സ്ഥാനവും പോകും. ആരാണ് ഈ പരാതിയുമായി രംഗത്ത് വന്നയാൾ? പരാതി നൽകിയത് കോഴിക്കോടുള്ള ഒരു ആയുർവേദ ഡോക്ടർ. അവർ ഇക്കാര്യം പൊതുസമൂഹത്തിന് മുന്നിൽ സമ്മതിക്കുന്നുണ്ട്? ഇല്ല, അവർ തൽക്കാലം രംഗത്ത് വരില്ല. അങ്ങനെയാണ് നമ്മൾ കേട്ടാൽ അമ്പരപ്പിക്കുന്ന ആശ്ചര്യപ്പെടുന്ന തരത്തിലേക്ക് പാർട്ടിയിൽ നിന്നും കോഴ ആരോപണം ഉയരുകയാണ്. എന്താണ് ഇതിന്റെ വാസ്തവം എന്നൊക്കെ നമുക്ക് വിലയിരുത്താം. ശ്രീ N. ശ്രീകുമാർ, മാധ്യമപ്രവർത്തകൻ, റെജി ലൂക്കോസ്, ഇടത് സഹയാത്രികൻ എന്നിവരാണ് ചേരുന്നത്. ശ്രീ N. ശ്രീകുമാർ, CPM പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിൽ നിന്നും ഇത്തരത്തിൽ ഒരു മഹനീയമായ പദവിയിലേക്ക്, PSC അംഗത്വം എന്ന പദവിയിലേക്ക് ലക്ഷക്കണക്കിന് കോഴ, അതും പാർട്ടി ഇത്രയും നാൾ പാർട്ടിയുടെ വളരെ കീ പോസ്റ്റിൽ ഇരുന്നയാൾ, ഏരിയ കമ്മിറ്റി അംഗമാണ്, CITUവിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ട് ചുമതല വഹിച്ച വ്യക്തി, ഈ പ്രമോദ് കോട്ടൂളി വാങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് താങ്കളെ പോലുള്ളവരെ അത്ഭുതപ്പെടുത്തുന്നുണ്ടോ? തൽക്കാലം അത്ഭുതപ്പെടുത്തുന്നില്ല. കാരണം ആരോപണങ്ങൾ ഒരുപാട് കേൾക്കുന്ന ദിവസമുണ്ട്. ആ കൂട്ടത്തിൽ ഇതും കൂടെ കേട്ടോ എന്ന് പ്രതീക്ഷ ചോദിച്ചാൽ അതും കൂടെ കേട്ടു എന്ന് ഞാൻ ഉത്തരം പറയും. കാരണം LDFന്റെ പരസ്യം, LDF വരുമ്പോൾ എല്ലാം ശരിയാകും, അതിൻ്റെ ഒപ്പം അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്നൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. ഒരു ബെരലിങ്ങനെ വെച്ചിട്ട് അഴിമതിക്കെതിരെ ഒരു വോട്ട്. ആ വോട്ട് നേടി അധികാരത്തിലെത്തിയ CPMനെ പോലൊരു പാർട്ടി എന്ന് പ്രതീക്ഷ പറയുമ്പോൾ പഴയകാല CPM അല്ലത്. 2016 നമ്മുടെ കേരളത്തിൽ നവോത്ഥാനം വന്നത്. അതുവരെയുള്ളത് ഇരുണ്ട കാലഘട്ടമായിരുന്നു. 2014 ശേഷം വെളിച്ചം വന്നു, പുരോഗമനം വന്നു, നവോത്ഥാനം വന്നു, നവകേരളം വന്നു. ആ നവകേരളത്തില് PSC എന്ന സ്ഥാപനം ജനങ്ങളുടെ, യുവാക്കളുടെ, ലക്ഷക്കണക്കിന് യുവാക്കളുടെ വിശ്വസ്തമായ ഒരു സ്ഥാപനമായിരുന്നു PSC. ആ PSCയുടെ റാങ്ക് ലിസ്റ്റ്, പോലീസ് റാങ്ക് ലിസ്റ്റ് തുടങ്ങിയല്ലോ PSCയെ കുറിച്ചുള്ള നമ്മുടെ എല്ലാ പ്രതീക്ഷകളും തകർന്നു. PSC അംഗമാകാൻ ഭരണകക്ഷിയെ ഒരാൾ സമീപിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്തായിരിക്കും? കാരണം PSC സേവിക്കാനുള്ളതാണോ? ഞാൻ സേവകനായിട്ട് പോകാൻ വേണ്ടിയാണ് പണം കൊടുത്തിട്ട് അതിൽ ചേരുന്നതാണ്, അതോ PSCയിൽ അംഗമായാൽ എന്തെങ്കിലും ലാഭം ലഭിക്കുമെന്ന് കരുതിയിട്ടാണോ? അപ്പൊ 2 കാര്യമുണ്ട് ഇവിടെ. ഒന്ന്, PSCയിലേക്ക് ആളെ നിയമിക്കാൻ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ്. 2, എന്തിന് PSCയിൽ അംഗമാകാൻ പണം കൊടുത്തു എന്നുള്ളതും അന്വേഷിക്കണം. ഇതിൽ പാർട്ടിയുടെ ഇന്നത്തെ നേതാക്കളുടെ പ്രസ്താവനകളൊക്കെ ഞാൻ കണ്ടു, വ്യക്തതയില്ല. ഇതിലെ ആരോപണ വിധേയനായ ഏരിയ കമ്മിറ്റി അംഗം പറയുന്നത് ഞാൻ വാങ്ങിച്ചിട്ടില്ല. അദ്ദേഹം ആ ഡോക്ടറെ വെല്ലുവിളിക്കുന്നു. മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് എന്നെ ടാർഗറ്റ് ചെയ്യുന്നു, ഞാൻ കേസ് കൊടുക്കും, നിയമ നടപടി സ്വീകരിക്കും. അപ്പോൾ പത്രലേഖകർ ചോദിച്ചു, ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചു, പരാതി കൊടുത്തിട്ടുണ്ടോ പാർട്ടിക്കെന്ന് ചോദിച്ചു. പരാതി കൊടുത്തെങ്കിൽ പരാതി കൊടുത്തു എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? അതിനും ഉത്തരവില്ല. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് എന്താണ്? ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്, അക്കൂട്ടത്തിൽ ഇതുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്താം. പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷ് പറഞ്ഞത് എന്താ? അതൊക്കെ പാർട്ടിയും സർക്കാരും നടപടിയെടുക്കും. ഇവിടെയാണ് കാര്യം. ഗോവിന്ദ മാഷ് പറഞ്ഞെന്താ? പാർട്ടിയും സർക്കാരും നടപടിയെടുക്കും. അപ്പൊ എന്തോ ഉണ്ടായിട്ടുണ്ടല്ലോ, അതെന്താണ്? അതാരാ വിശദമാക്കേണ്ടത്? അത് വിശദമാക്കേണ്ടതും പാർട്ടിയാണ്. അപ്പൊ പാർട്ടി ഇക്കണക്കിന് പണം ഏതെങ്കിലും നേതാവ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യം അന്വേഷിച്ച് പാർട്ടി നടപടിയെടുക്കും എന്ന് നമുക്ക് കരുതാം. ഇനി വേറൊരു കാര്യമുണ്ട്, ഇത് നടപടി വരും എന്ന് പ്രതീക്ഷ നമുക്ക് വെച്ച് പുലർത്താൻ കഴിയുമോ? കാരണം ഈ പണമൊക്കെ തിരിച്ചു കൊടുത്താൽ ആ പ്രശ്നമൊക്കെ തീരില്ലേ? പക്ഷെ അപ്പോഴും നിൽക്കുന്നത് ഇടതുമുന്നണി സംവിധാനത്തിലും ഈ പ്രശ്നമുണ്ട്.
ഇടതുപള്ളി സംവിധാനത്തില് 2 ഘടകകക്ഷികൾക്കിടയിൽ ഇങ്ങനെ PSC മെമ്പറാക്കാൻ വേണ്ടി കോഴ വാങ്ങി എന്നൊരാക്ഷേപം ആ പാർട്ടികൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഈ മുന്നണിയുടെ പൊതു നയമാണോ PSCയിലെ നിയമനത്തിന് പണം വാങ്ങിക്കുക എന്നുള്ളത്? അങ്ങനെയാണെങ്കിൽ മുന്നണിയിലെ പൊതു നയമാണെങ്കിൽ നമുക്ക് അഴിമതിക്കെതിരെ ഒരു വോട്ട് കൊടുത്ത ജനങ്ങളുടെ കഷ്ടകാലെന്നേ പറയാൻ കഴിയൂ. ഈ PSC എന്ന പ്രസ്ഥാനം സത്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഏറ്റവും വിശ്വസ്തമായി, അതായത് പരീക്ഷ എഴുതിയാൽ മിടുക്കന്മാരാണെങ്കിൽ ജോലി കിട്ടുമെന്നൊരു ചിന്ത യുവാക്കൾക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ ആ ചിന്ത ഇല്ലെന്നാണ് എൻ്റെ അറിവ്. കാരണം PSC പരീക്ഷ എഴുതിയാൽ പോലും രക്ഷയില്ല എന്ന അവസ്ഥ മാത്രം നിൽക്കുന്നതല്ല, ഘടകകക്ഷികളിലേക്കും ഈ ജീർണത പോകുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം JDS എന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിലെ സംസ്ഥാന ഭാരവാഹികൾ തന്നെ പരാതി പാർട്ടിക്ക് നൽകിയിരിക്കുകയാണ്. പണപ്പിരിവ് പാർട്ടിയിൽ ഈ PSC അംഗത്വത്തിന് അവർക്ക് ലഭിക്കാൻ പോകുന്ന ഒഴിവരുന്ന സ്ഥാനത്തേക്ക്. അപ്പോൾ ഈ വിൽപ്പനച്ചരക്ക് കമ്പോളത്തിൽ തൂക്കി വിൽക്കുന്ന തരത്തിലേക്ക് ഈ ഇതിനെ മാറ്റിപ്പെടുന്നു എന്നത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. മാത്രമല്ല നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, കാരണം പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമാണ്, വളരെ പ്രധാനപ്പെട്ട സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ വളരെ ഉത്തരവാദിത്തമുള്ള ജില്ലാ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ചില നേതാക്കന്മാരുടെ അനുയായികളെന്ന് പറയപ്പെടുന്ന ഒരു നേതാവിന് ഇത്രയും കാലത്തും ആ പദവികളിൽ തുടരാൻ എങ്ങനെ കഴിഞ്ഞു എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, ഇന്നലെ ഗോവിന്ദൻ മാഷ് എന്താണ് പാർട്ടി സെന്ററിൽ വെച്ച് ഈ റിപ്പോർട്ട് താഴെ തലത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ റിപ്പോർട്ടിംഗ് നടക്കുമ്പോൾ പറഞ്ഞത്, പാർട്ടിയിൽ ഒരു വിഭാഗം പണം സമ്പാദിക്കുന്നു, പണസമ്പാദനത്തിന് വേണ്ടി പോലും പാർട്ടിയിലേക്ക് അംഗത്വം എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെ സാധൂകരിക്കുന്നതല്ലേ ഈ ദിവസങ്ങളിൽ കൂടി തിരുത്തലിൻ്റെ കാലത്ത് കേൾക്കുന്നത്? അതൊരു വല്ലാതെ നമ്മെ ഗൗരവത്തോടു കൂടി ഇരുത്തി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നില്ലേ ശ്രീകുമാർ? അല്ല, ഇതിലെന്താ പുതുമയുള്ളത് പ്രതീക്ഷ? നമ്മുടെ കഴിഞ്ഞ മാസപ്പടി വിവാദം എപ്പോഴാണ് ഉണ്ടായത്? അതെവിടെ എത്തി? ഞാൻ പറയുന്നത്, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം CPM ഉണ്ടായ മാറ്റങ്ങൾ നിസ്സാരമല്ലല്ലോ. പിന്നെ MA ബേബി പോളിറ്റ് ബ്യൂറോ അംഗമായ മുതിർന്ന നേതാവാണ്. അദ്ദേഹം ഒരു മാസികയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ജനങ്ങളിൽ നിന്നും പാർട്ടി അകലുന്നു, സൂക്ഷിക്കണം. എന്താണ് അദ്ദേഹത്തിന്റെ വെപ്രാളം എന്തൊക്കെയാണ്? അപ്പൊ അദ്ദേഹം ഈ പാർട്ടിയെ തിരുത്താൻ അദ്ദേഹം എന്താ ശ്രമിക്കാത്തത്? MA ബേബിയെ പോലുള്ള നേതാക്കള്, MA ബേബിയെ പോലുള്ള നേതാക്കൾ ലേഖനം എഴുതാനല്ലോ വേണ്ടത്, പാർട്ടിക്കുള്ളിൽ അവർ തിരുത്തണ്ടേ? ഈ പാർട്ടിയിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് പോളിറ്റ് ബ്യൂറോ മെമ്പർ സ്ഥാനം വേണ്ട എന്ന് പറയണ്ട അദ്ദേഹത്തിന്റെ അഭിപ്രായം കേട്ടില്ലെങ്കിൽ? ഇത് ആരോട് ചോദിക്കുക? ഈ പാർട്ടിയിൽ ഞാൻ ഒരു കാര്യം പ്രതീക്ഷ പറയാമല്ലോ. അതായത് ഈ പാർട്ടി ഏതെങ്കിലും കാലത്ത് ആ പാർട്ടിക്കെതിരെ വന്ന അഴിമതി ആരോപണങ്ങൾ നടപടിയെടുത്തിട്ടുണ്ടോ? ഇവിടെ ഇപ്പോ ഈ PSCയുടെ കോഴ വിവാദം വന്നപ്പോൾ 80 ലക്ഷം രൂപയുടെ കാര്യമാണ് പറയുന്നത്. 22 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്നു, ബാക്കി പണം കൊടുക്കും. അപ്പൊ എന്തിനാണ് PSC മെമ്പർ ആകുന്നത്? എന്തിനാ? അതൊരു ചോദ്യമല്ലേ? അതാണ് യൂത്ത് കോൺഗ്രസ് ചോദിച്ചത്. PSCയിൽ അംഗമായാൽ അതിന്റെ ഗുണം എന്താണ്? അതിലേക്ക് ഞാൻ വരാം. ശ്രീ താങ്കൾ പറഞ്ഞതുകൊണ്ട് ആ റിപ്പോർട്ട് ഒന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. റെജി ലൂക്കോസിലേക്ക് എത്തും മുമ്പ്, ഈ കോഴ കൊടുത്ത് PSC അംഗമാകാൻ ശ്രമിക്കുന്നത് എന്തിനാണ് എന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ടല്ലോ. വെറുതെ അല്ല, ഈ ശമ്പളവും ആനുകൂല്യങ്ങളും തന്നെയാണ് കണ്ണ് തള്ളിപ്പിക്കുന്നത്. കുറച്ചു കാലം PSC അംഗമായിരുന്നാൽ മതി, അത് ഒരു പണം കായ്ക്കുന്ന പദവിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നിലവിൽ ഒഴിവുള്ളത് 3 അംഗങ്ങളുടെ കസേരയാണ്. ഇതിൽ 1 നികത്താൻ ഗവർണർ അംഗീകാരം നൽകിയിരുന്നു. ശേഷിക്കുന്ന 2 എണ്ണത്തിലേക്കാണ് ഈ കരുനീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. റിപ്പോർട്ട് ഒന്ന് കണ്ടു നോക്കാം. ചെയർമാൻ അടക്കം 21 അംഗങ്ങൾ അടങ്ങുന്നതാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. രാഷ്ട്രീയത്തിൽ ഗോഡ് ഫാദർ ഉണ്ടെങ്കിൽ ഇവിടെ ആർക്കും ചെയർമാനും അംഗവുമാകാം. പിന്നെ അങ്ങോട്ട് സുഖജീവിതമല്ലേ. ആദ്യം PSC ചെയർമാന്റെ കാര്യം. അടിസ്ഥാന ശമ്പളം മാത്രം 76,450 രൂപ. PSC അംഗത്തിന് കുറവൊന്നുമല്ല. 70,290 രൂപയാണ് ശമ്പളം. DA കേട്ടാൽ കണ്ണു തള്ളും. 223%, അതായത് അടിസ്ഥാന ശമ്പളത്തേക്കാൾ വലിയ DA, 2.25 ഇരട്ടി. 2 ലക്ഷത്തിനും 2.5 ലക്ഷത്തിനും ഇടയിൽ ശമ്പളം ചെയർമാനും അംഗങ്ങൾക്കും കയ്യിൽ കിട്ടും. അതെങ്ങനെയാണെന്നോ? ചെയർമാന് താമസിക്കാൻ സർക്കാർ വീട് നൽകും. അംഗങ്ങൾക്ക് വീടില്ലെങ്കിൽ എന്ത്, വീട്ടുവാടകയായി പ്രതിമാസം 10,000 രൂപ കിട്ടും. പിന്നെ കൺവെയൻസ് അലവൻസായി 5,000 രൂപയും. ഇനി കാറിന്റെ കാര്യമാണ്. വല്ലാത്ത സൗകര്യങ്ങളാണ്. ആ കസേരയിലൊന്നിരിക്കാൻ ആരെയും മോഹിപ്പിക്കും. ചെയർമാന് PSCയുടെ കാറുണ്ട്. അംഗങ്ങൾക്ക് കാർ വാങ്ങാൻ പലിശരഹിത വായ്പ കൊടുക്കും. കാർ കിട്ടിയാലോ പവർഫുൾ യാത്രയാണ്. സ്വകാര്യ കാറിൽ PSCയുടെ കൊടി വെച്ച് ഡ്രൈവറെ വെച്ച് യാത്ര ചെയ്യാം. ഡ്രൈവറുടെ ശമ്പളം സർക്കാർ കൊടുത്തോളും. കിലോമീറ്റർ 1-ന് 15 രൂപ ബത്തയും കിട്ടും. ഇനി PSCയുടെ ഈ പടി ഇറങ്ങിയാലോ? ഒട്ടും നിരാശ വേണ്ട, റിട്ടയർമെന്റ് ജീവിതം സുഖമാണ്. 6 വർഷമാണല്ലോ PSCയിലെ സേവനകാല പരിധി. ചുമതല ഒഴിയുന്നതിന്റെ പിറ്റേ മാസം മുതൽ പെൻഷൻ കിട്ടും.
പ്രായവും കാലാവധിയുമൊന്നും പ്രശ്നമല്ല. അതിപ്പോൾ 6 വർഷമാണെങ്കിലും 1 ദിവസമായാലും ആനുകൂല്യം ഗ്യാരണ്ടിയാണ്. അടിസ്ഥാന ശമ്പളത്തിന്റെ 45% പെൻഷൻ, DA കൂടിയാകുമ്പോൾ 6 വർഷം കാലാവധി പൂർത്തിയാക്കുന്ന ഒരംഗത്തിന് 40,000-ലധികം രൂപ പെൻഷൻ ലഭിക്കും. പിന്നെ സർക്കാർ പെൻഷൻകാരെ പോലെ 56 വയസ്സ് വരെ കാത്തിരിക്കേണ്ട. ഒരിക്കൽ അംഗമായാൽ പിന്നെ മരണം വരെ സർക്കാർ ചികിത്സാ ചെലവുകൾ വഹിക്കും. ഇത്രയൊക്കെ കിട്ടുമ്പോഴും 2006-ന് ശേഷം ശമ്പള പരിഷ്കരണം നടപ്പാക്കിയില്ല എന്ന കാരണം പറഞ്ഞ് വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. എങ്ങനെയും PSC അംഗമാകണമെന്ന താല്പര്യം എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. 62 വയസ്സ് പൂർത്തിയാകാത്ത ബുദ്ധിസ്ഥിരതയുള്ള ഒരാളായിരിക്കണം. അതായത് പ്രത്യേകിച്ച് വലിയ യോഗ്യതയൊന്നും വേണ്ട, പിന്നെ നല്ല രാഷ്ട്രീയ പിൻബലം വേണം. അതാണെങ്കിൽ ഒരു യോഗ്യതാ മാനദണ്ഡമായി പറയാനും പറ്റില്ല. ക്യാമറമാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. അങ്ങനെ ആരെയും മോഹിപ്പിക്കുന്ന പണം കായ്ക്കുന്ന ഒരു സംവിധാനമാണ് ഇതെന്ന് കൂടി ഓർക്കണം. അങ്ങനെ 21 പേരാണ് അതിൽ അംഗങ്ങളായിട്ടുള്ളത്. മറ്റ് സ്റ്റേറ്റുകളിൽ ഒക്കെ നോക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉള്ള ഒരു ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരു സ്ഥാപനം എന്ന് തന്നെ നമുക്ക് പറയാം ഈ PSCയെ. ശ്രീ റെജി ലൂക്കോസ്, ഈ പാർട്ടിയെ പ്രതിരോധത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ? കാരണം പ്രധാനപ്പെട്ട നേതാവിനെതിരെയാണ് ഇത്തരത്തിലുള്ള ഒരു കോഴ ആരോപണം വരുന്നത്. 22 ലക്ഷം രൂപ വാങ്ങിയെന്ന് വരുന്ന സാഹചര്യമൊക്കെ മനസ്സിലാക്കുമ്പോൾ CPM-ന്റെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവ്, കോഴിക്കോട്ടെ വളരെ പ്രധാനപ്പെട്ട ഈ വിവരണങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ട് പറയാൻ. താങ്കൾ എന്താണ് ഈ വിഷയത്തിൽ കാണുന്ന കാര്യങ്ങൾ? പ്രജേഷ്, ആദ്യം പറയാനുള്ളത് ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ട് ഞാൻ ഈ ആരോപണത്തിന് കൃത്യമായി അവരോട് പറയാം എന്റെ ബോധ്യങ്ങൾ. ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് മന്ത്രി, അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകളെ വിവാഹം കഴിച്ചെന്നുള്ള ഒറ്റ തെറ്റാണ് അദ്ദേഹത്തിനെതിരെ. തെറ്റെന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ആരോപണകർത്താക്കളുടെ വേട്ടയാടലുടെ മുഖ്യ കാരണം അദ്ദേഹം ഇന്ന് പ്രതികരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ട് മന്ത്രിയെ കാലം മുതൽ തന്നെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നു പറഞ്ഞു. അത് വളരെ കറക്റ്റാ. മുഹമ്മദ് റിയാസ് ഓടടക്കി CPM വന്ന ഒരാളല്ല. മുഹമ്മദ് റിയാസിന്റെ ഇന്നലകളെ കുറിച്ച് അറിഞ്ഞാൽ അത് പ്രജീഷിനും ശ്രീവാർസാനും വളരെ വ്യക്തമായിട്ട് അറിയാം. ഒന്നുമല്ല വിഷയം ഇവിടെ. ശ്രീ റെജി ലൂക്കോസ്, മുഹമ്മദ് റിയാസിനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ ഈ റിപ്പോർട്ടിലും, നമ്മളൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഈ പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥലത്തിരുന്ന് ഇത്രയും ഒരു കൊള്ള നടത്തിയ ആൾ ഇപ്പോഴും ആ പാർട്ടിക്കകത്തുണ്ട്. പുറത്താക്കിയിട്ട് നടപടിയൊന്നും എടുത്തിട്ടില്ല. അതിനുശേഷം നമുക്ക് പറയാം നടപടി എടുത്തിട്ടില്ല. ഈ പണം ഇപ്പോൾ തിരികെ കൊടുക്കാനുള്ള സെറ്റിൽമെന്റ് നീക്കങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഒരു സംശയം വിചാരിക്കേണ്ട കാര്യമില്ല. മുഹമ്മദ് റിയാസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ വാർത്ത പുറത്തു വന്നുള്ളത്. ആരും തർക്കമല്ല. ഇനി വിനോദ് കോട്ടൂളി എന്ന് പറയുന്ന അല്ലല്ല, ഈ മുഹമ്മദ് റിയാസ്, ഒരു കാര്യം ചോദിച്ചു ശ്രീ റെജി ലൂക്കോസ്, ഇതൊരു കള്ളക്കഥയാണോ? സമയം തരൂ. കാരണം വേറൊന്നുമല്ല, മുഹമ്മദ് റിയാസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് യാതൊരു തർക്കമില്ല. അല്ലെ, റിയാസിന്റെ പേര് ഇതിനകത്ത് വലിച്ചഴിക്കേണ്ട കാര്യമില്ല. ഇന്ന് കോഴിക്കോട് DCC പ്രസിഡന്റിന്റെ പത്രസമ്മേളനം ബഹുമാനപ്പെട്ട പ്രജേഷും ശ്രീവാർസാറും കണ്ടല്ലോ. ഞാനിനി വിനോദ് കോട്ടൂളിയെ കുറിച്ച് പറയാം. എനിക്കത് പറയുന്നത് യാതൊരു വഴിയില്ല. വിനോദ് കോട്ടൂളി എന്ന് പറയുന്ന കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി മെമ്പറുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടായെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഒരു വീഴ്ച എന്ന് പറയാൻ പറ്റുമോ? വീഴ്ചയല്ല, കള്ളത്തരം, അഴിമതി, അങ്ങനെ പറയൂ. വീഴ്ച എന്ന് പറഞ്ഞാൽ നമുക്കൊരു വീഴ്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ പദത്തിനൊക്കെ ഓരോ അർത്ഥങ്ങളും ആക്കവും ഗ്രാവിറ്റിയൊക്കെ ഉണ്ടല്ലോ ശ്രീ റെജി ലൂക്കോസ്. അല്ല, ഞാൻ അത് അംഗീകരിക്കുന്നു. ഇനി അത് ആ സഖാവിന്റെ ഭാഗത്തുനിന്ന് ഇത്ര ഒരു കൊള്ള നടത്തുന്നുണ്ടെന്ന് വിചാരിച്ചു ഞാൻ ആ വാക്ക് ഉപയോഗിക്കാം, ഒരു തർക്കമില്ല. അപ്പൊ എനിക്കും കൂടെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം തരണേ. അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന, വിദൂരമായ ഒരു സൂചനയെങ്കിലും ഈ പാർട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സംശയം വിചാരിക്കേണ്ട. അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ അയാളെ പുറത്താക്കിയിരിക്കണം, ഒരു തർക്കമില്ല കാര്യത്തിൽ. കാരണം 1 രൂപ പോലും കൈക്കൂലി വാങ്ങിക്കാത്ത എത്രയോ ലക്ഷക്കണക്കിന് സഖാക്കൾ കഷ്ടപ്പെട്ടാണ് ഈ പാർട്ടിയെ നെഞ്ചത്തേറ്റി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇയാളെ പോലെ ഒരാളങ്ങനെ ചെയ്തെങ്കിൽ, പക്ഷെ വേറെ ആരോട് പറയാം, അങ്ങനെ അയാളുടെ നടപടി എടുക്കുന്നതിന് മുമ്പായിട്ട് CPM-നെതിരെ തുടർച്ചയായിട്ട് വരുന്ന നുണ ഫാക്ടറിയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഇത്തരം കള്ളത്തരങ്ങളാണ് ഇതിന് പിന്നിലെങ്കിൽ ആ മനുഷ്യന്റെ പേര് ഒരു നടപടിയും സ്വീകരിക്കത്തില്ല. നിങ്ങൾക്ക് വേണേൽ എത്ര നാൾ വേണമെങ്കിൽ ചർച്ച ചെയ്യാം. കാരണം ഇതുവരെ കേരളത്തിൽ ഇത്തരം കള്ളത്തരങ്ങളുടെ വാർത്തകൾ ചമച്ചവർക്ക് ഇതുവരെ ഒരു തെളിവ് നൽകാൻ പറ്റിയിട്ടില്ല. ശ്രീ റെജി ലൂക്കോസ്, എന്താണ് എന്നും എല്ലാ ദിവസവും എല്ലാവരും, കാരണം അത്ഭുതം തോന്നില്ല റെജി ലൂക്കോസ്, ഈ നുണ ഫാക്ടറി അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ഈ പടച്ചുവിടൽ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ദൈനംദിന പ്രയോഗമായതുകൊണ്ട്, കാരണം സെന്ററിൽ നിന്നും പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട്, മന്ത്രിമാരുടെ വാക്കുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട്, മുഖ്യമന്ത്രി ഒരർത്ഥത്തിൽ വല്ലപ്പോഴുമൊക്കെ സംസാരിക്കുമ്പോൾ സഭയിൽ കേൾക്കാൻ കഴിയുന്നു. അപ്പോൾ ഇതൊരു അത്ഭുതമായി തോന്നില്ല. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് അംഗീകരിച്ചിട്ടുണ്ടോ? അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഞങ്ങൾ തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടോ? തെളിയിച്ചിട്ടുണ്ടോ? നടപടി സ്വീകരിക്കും. ഇന്ന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ പ്രതീക്ഷ കേട്ടില്ലേ?
അദ്ദേഹം എന്നാ പറഞ്ഞേ, PSC എന്നല്ല പലതുമായിട്ട് ബന്ധപ്പെട്ട് പല തട്ടിപ്പുകളിലൂടെ കേരളത്തിൽ നടക്കുന്നുണ്ട്, ഒരു സംശയമില്ല കാര്യത്തിൽ. അതിന് ശക്തമായ രീതിയിലുള്ള നടപടി സ്വീകരിക്കുക. അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തട്ടിപ്പിന്റെ കണ്ണിയായതിന് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ജില്ലാ സെക്രട്ടറി, ഒരു CAT ജില്ലാ സെക്രട്ടറി എന്ന് ആവണമെങ്കിൽ എന്തൊക്കെ ഈ ഘട്ടങ്ങൾ കഴിഞ്ഞ് വേണമെന്ന് അങ്ങേക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ? അപ്പോൾ എത്രത്തോളം വിശ്വസ്തനായിരിക്കണം പാർട്ടിക്ക്? ആ പദവി ദുരുപയോഗം ചെയ്യുന്നു, അത് സമ്മതിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ഒരു വരി പോലും ഷംസുദ്ദീനിന്റെ ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല. പക്ഷേ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യമുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം സമ്മതിക്കുന്നുമുണ്ട്. പ്രതീക്ഷ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞോട്ടെ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് 28 സംസ്ഥാനങ്ങളും 7 കേന്ദ്രഭരണ പ്രദേശമുണ്ട്. ഇവിടെ കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഏറ്റവും നല്ലതിൽ 1ാം റാങ്കിലോട് നിൽക്കുന്ന കേരളത്തിലെ PSC ആണ്. ഇന്ന് വരെ അതിന് ആ റെക്കോർഡ് തീർക്കാൻ മറ്റൊരു സംസ്ഥാനത്തെ PSCക്ക് സാധിച്ചിട്ട്. ഇത് പറഞ്ഞ ആരും ഞങ്ങളാരുമല്ല, UPSCയുടെ സൈറ്റ് കയറി നിങ്ങൾ നോക്കുകയൊക്കെ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആ സൈറ്റ് കയറി നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഈ PSCനെ അട്ടിമറിക്കാനും തകർക്കാനും ഈ കേരളത്തിൽ കുറെ നാളുകളായിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഭരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യമോട് ഞാൻ പറയട്ടെ, അയാളിപ്പോ പത്രസമ്മേളനക്കാരോട് പറഞ്ഞു, എന്താ നിങ്ങൾ ഒരു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ കോഴിക്കോട് റിപ്പോർട്ടർ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അയാൾ പറയുന്നു, ഈ ആരോപണ വിധേയം പറയുന്നു, ഇത് അടിസ്ഥാന വാർത്തയാണ്, ഇങ്ങനെ ഒരു പരാതിക്കാർ പോലും ഇല്ല എന്ന് പറയുന്നു. ഇനി അയാൾ പറയുന്നത് വിശ്വസിക്കണ്ട, ഞാൻ അയാൾ പറയുന്നത് 100% വിശ്വസിച്ചിട്ടില്ല. അങ്ങനെയാണ് എങ്കിൽ അത് അന്വേഷിച്ച് അയാൾ തെറ്റുകാരനാണെങ്കിൽ അയാളുടെ പേര് നടപടി സ്വീകരിക്കാൻ ആർക്കും കൂടെ ഒരു പാർട്ടി ആയത് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയോ. ബഹുമാനോട് ഗോവിന്ദ മാഷ് പറഞ്ഞ എന്റെ പൂർണ്ണവരും എന്റെ ഉണ്ട്. അദ്ദേഹം എന്താ പറഞ്ഞേ, പണം മോഹിക്കുന്ന കുറെ ആളുകൾ പല സ്ഥലത്തുനിന്ന് ഈ പാർട്ടിയിലേക്ക് വരുന്നുണ്ട്. ഞാനത് വിശ്വസിക്കുന്നതാണ്, സത്യസന്ധമായിട്ടും പറയാം. കാരണം ഞാൻ ഈ പാർട്ടിയുടെ താഴെത്തട്ട് പ്രവർത്തിക്കുന്ന ആളാ. അങ്ങനെ കുറെ ആളുകൾ വരും കാലങ്ങളായിട്ട്, എന്തെങ്കിലും കിട്ടുമെന്നറിയാൻ പ്രതീക്ഷ വരുന്നവരൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഒരു വരുന്നവർ മാത്രമല്ല ശ്രീ റെജി ലൂക്കോസ്, നിൽക്കുന്നവരുമില്ലേ? കാരണം ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് വേണ്ടിയുള്ള റിപ്പോർട്ടിംഗ് ആണ് നടന്നത്. അപ്പോൾ ഈ ബ്രാഞ്ച് സെക്രട്ടറിമാരൊക്കെ പല ബ്രാഞ്ച് സെക്രട്ടറിമാർ, കാരണം എല്ലാവരുമല്ല ബ്രാഞ്ച് സെക്രട്ടറിമാർ, കാരണം എന്നെ സംബന്ധിച്ചുള്ള ഞാൻ പറയുകയാണ്, കാരണം നമുക്ക് ഒരു മാസം ശരാശരി മാസവരുമാനക്കാരനാണ് ഞാൻ. എനിക്ക് പോലും നേരെ ചൊവ്വേ ജീവിക്കാൻ കഴിയുന്നില്ല. കാരണം നമ്മുടെ ഈ ദൈനംദിന ചെലവുണ്ട്. ഈ ഒരു പണിയുമില്ലാതെ ഏറ്റവും മുന്തിയ കാറിലും ഈ വാഹനങ്ങളിലും ഈ ദൈനംദിന ജീവിത ചെലവുകളൊക്കെ ചിലരുടെയൊക്കെ കാണുമ്പോൾ എവിടുന്നാണ് ഇവർക്ക് പണം കിട്ടുന്നത് എനിക്കറിയില്ല. അത്ഭുതപ്പെട്ടു പോകുന്നു. കാരണം നാട്ടിലൊക്കെയുള്ള കാര്യം ഞാൻ കാരണം ഇത്തരത്തിലും വ്യവസ്ഥാപിതമായിട്ടുള്ള നിഷ്ഠകൾ പുലർത്തുന്ന ഒരു പാർട്ടിയുടെ ഏറ്റവും താഴെത്തട്ടിൽ ഉള്ള ചുമതല വഹിക്കുന്ന ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, ചിലരുടെ കാര്യം. അപ്പോൾ ഈ ജീർണത എന്നതൊരു യാഥാർത്ഥ്യമല്ലേ ശ്രീ റെജി ലൂക്കോസ്? അതായിരിക്കില്ലേ MV ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞതൊക്കെ? ആ ചോദ്യം വളരെ ന്യായമാണ്. അതിനൊരു മറുപടി പറയാൻ എന്നെ സഹായിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഈ പാർട്ടിയുടെ താഴെ തട്ടി പ്രവർത്തിക്കുന്ന ഒരു സഖാവാണ് ഞാൻ. നിങ്ങൾക്കറിയാമോ, സാമ്പത്തികമുള്ളവരും ഇല്ലാത്തവരുമായിട്ടുള്ള കൂട്ടത്തിൽപ്പെട്ട അവരൊക്കെ ഈ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിമാരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സാമ്പത്തികമുള്ളവർ അവരവരുടെ വാഹനത്തിൽ പോവും, അല്ലാത്തവർ നടന്നു പോവും, ലിഫ്റ്റ് മേടിച്ചു പോവും. ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് ജനങ്ങളോടൊപ്പം നിൽക്കുന്നവർ ഈ പ്രാവും ബ്രാഞ്ച് സെക്രട്ടറിമാരെ. കാരണം എനിക്ക് നേരിട്ടറിയാവുന്ന നിരവധി പേരുണ്ട്. എന്റെ അറിയിൽ ഇന്നുവരെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി ആരോടെങ്കിലും പണം, അതായത് ചെറിയൊരു ഏരിയയോട് ബ്രാഞ്ച് സെക്രട്ടറി ആകപ്പാടെ അതിനകത്ത് മെമ്പർമാർ എന്ന് പറഞ്ഞാൽ 10 മുതൽ 20 വരെ ഉള്ളവർക്ക് അതിനകത്ത് പറ്റുള്ളൂ. 20 കൂടിയിട്ടുണ്ടെങ്കിൽ ആ ബ്രാഞ്ച് വിഭജിക്കും. അത്തരം പാവപ്പെട്ട സെക്രട്ടറിമാരെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് കഷ്ടമാണ്. എല്ലാരെയും അല്ല എന്ന് പറഞ്ഞില്ലേ? ചിലർ 1, 2, 3 ആയാലും അത് ഈ പാർട്ടിയെ സംബന്ധിച്ചുള്ള ഒരു ബാധ്യതയാണ്. ഒന്നും കാണാതെ ഗോവിന്ദൻ മാഷ് പറയില്ലല്ലോ, ഒന്നും കാണാതെ പോളിറ്റ് ബ്യൂറോ അംഗമായ MA ബേബി ഒരു വാരികയിൽ എഴുതില്ലല്ലോ, ഒന്നും കാണാതെ ഈ CPI എന്ന പ്രസ്ഥാനം, CPI സ്വന്തം ചേർന്ന് നിൽക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ പുറത്തുന്ന അതിന്റെ പരമോന്നത പദവിയിലിരിക്കുന്ന സെക്രട്ടറി പറയില്ലല്ലോ, ഒന്നും കാണാതെ അതാത് ഘടകങ്ങളിൽ ഇത് മേളിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ താഴെത്തട്ടിലേക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പാർട്ടി ഘടകങ്ങളിൽ ഇത് പറയില്ല. അതൊക്കെ വെറുതെയാണോ ശ്രീ റെജി ലൂക്കോസെ? അല്ല, തീർച്ചയായിട്ടും അത് ഞാനത് സമ്മതിച്ചല്ലോ. പണവും മറ്റു പദവികളൊക്കെ മോഹിച്ച് ഈ പാർട്ടി വരുന്നത് എത്രയോ ആളുകളുണ്ട്. അത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനം, ഇപ്പൊ കോൺഗ്രസിലാണ് അങ്ങോട്ട് ഒഴുകുന്നവരുണ്ട്. ഇങ്ങനെ കളം മാറിപ്പോയി സഞ്ചരിച്ച് നേട്ടങ്ങൾ നേടാനായിട്ട് വരുന്ന ആളുകൾ ഒത്തിരി ഉണ്ട്. അവരെ ഒന്നൊക്കെ ഈ പാർട്ടി സ്ക്രീൻ ചെയ്തിട്ട് അവരെയൊക്കെ പാർട്ടിയിലേക്ക് എടുക്കുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾക്കൊക്കെ മെമ്പർഷിപ്പ് കിട്ടുന്നത് 3 വർഷം ഗ്രൂപ്പിൽ 2-3 വർഷം, പിന്നെ അതിനു മുകളിൽ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. മിനിമം ഒരു 10 വർഷം ഈ പാർട്ടിയുടെ അനുഭവം ഉണ്ടെന്ന് തെളിയിച്ചതിന് ശേഷം മാത്രമേ ആളെ എടുക്കത്തുള്ളൂ. നിങ്ങൾ സംശയിക്കേണ്ട, അത് ഈ പാർട്ടിക്ക് അങ്ങനെ ഒരു ഘടനയാണ്. ഞാൻ പോലും എന്റെ 20ാമത്തെ വയസ്സിൽ ഈ പാർട്ടിയോട് അടുക്കാൻ തുടങ്ങിയതാണ്. പക്ഷെ എനിക്കൊരു മെമ്പർഷിപ്പിലേക്ക് വരുന്നത് കേവലം വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ നാട്ടിലില്ലാത്ത ഒരാളുകൊണ്ടായിരിക്കാം. ഇതൊക്കെ ഒരു ആരോപണമായിട്ട് പറയരുത്. ഇപ്പൊ ഈ പണം മോഹിച്ചു വരുന്നവരെല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ CPM-നകത്തേക്കും വരും, പലരും വരും. എന്തെങ്കിലും മോഹിച്ചു വരുന്നൊരു പദവികൾ മോഹിച്ചവർ വരും. ഒരു തർക്കമല്ല കാര്യത്തിൽ. അതിൽ ഞാൻ പേരെടുത്ത് പറയാനുണ്ട്, എനിക്ക് ഒരു മടിയില്ലാതെ ഞാൻ പറയാം. ഭീമൻ രഘു എന്ന് പറയുന്ന ഒരു നടൻ പാർട്ടിയിലേക്ക് വരാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചതിന് ശേഷം അയാൾ പറഞ്ഞ വിഡ്ഢിത്തരങ്ങൾ മുഴുവൻ കേരളം കേട്ടതല്ലേ? അയാൾക്ക് എന്തെങ്കിലും പദവി കൊടുത്തോ? അയാൾ പദവി, അയാൾക്ക് MLA ആണോ മന്ത്രിയാണെന്നൊക്കെ അയാൾ പറഞ്ഞു. അയാൾക്ക് എന്തെങ്കിലും പദവി പാർട്ടി കൊടുത്തോ?
ശരി, റെജി ലൂക്കോസ് മടങ്ങിയത് ശ്രീ എൻ ശ്രീകുമാർ, അതായത് ഇത് ആ കോഴിക്കോട് കാലങ്ങളായി ഉണ്ടായിട്ടുള്ള ഒരു ജീർണതയുടെ, കാരണം ഒരു മന്ത്രി തന്നെ പറയുകയാണ് ഒരു കോക്കസ് ഉണ്ട് എന്ന്. അപ്പോൾ മന്ത്രിക്ക് വളരെ ഗൗരവത്തോടെ ഈ വിഷയം നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ അറിയാമായിരുന്നു. എന്നിട്ടുകൂടി നിയന്ത്രിക്കാൻ കഴിയാത്ത വണ്ണം ഇത്തരം കോക്കസുകൾ ഈ പാർട്ടിക്കുള്ളിൽ, ഈ പാർട്ടിയുടെ തണലിൽ ഇങ്ങനെ കീശ വീർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ലേ? ഈ വകുപ്പ് മന്ത്രിക്ക് ഈ പറയുന്ന മുഹമ്മദ് റിയാസിന് ഉത്തരവാദിത്തമില്ലേ? അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് അർത്ഥമുണ്ടോ ശ്രീ എൻ ശ്രീകുമാർ? ഇതിൽ ആർക്കാണ് ഉത്തരവാദിത്വം എന്നുള്ളത് ആ പാർട്ടിയല്ലേ പറയേണ്ടത്. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ വക വിഷയങ്ങൾ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിപ്പോഴില്ല. PSC എന്ന ആ ഒരു പ്രസ്ഥാനം എന്ന് മുതൽക്കാണ് ഇങ്ങനെ വിവാദത്തിൽപ്പെട്ടത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്ന് തൊട്ടാ PSC? എത്രയോ PSC ചെയർമാന്മാരും അംഗങ്ങളുണ്ട്. അക്കാലത്തും ഇത്രയും സാമ്പത്തികമായ നേട്ടങ്ങൾ അതായത് അംഗങ്ങൾക്കും ചെയർമാനും കിട്ടിയിരുന്നു. ഇതിപ്പോ പുതിയ കാലമല്ലല്ലോ. 2016 ശേഷമല്ല PSC ചെയർമാന്റെ അംഗങ്ങളുടെ ശമ്പളമൊക്കെ കൂടിക്കൂടി വരും ആനുപാതികമായിട്ട്. പക്ഷെ അതിന് മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷെ PSC അംഗങ്ങൾ ആവാൻ കൈക്കൂലി കൊടുക്കുന്നു എന്നൊരു ആരോപണം നമ്മൾ കേട്ടു തുടങ്ങി എന്നാണ്. എന്നോട്ടാണ് PSCയുടെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഈ നമ്മുടെ ആളുകൾക്കുള്ള വിശ്വാസം, അത് തൊഴിൽ മറ്റേ നമ്മുടെ ചെറുപ്പക്കാർക്കുള്ള വിശ്വാസം എന്നോട്ടാണ് നഷ്ടപ്പെട്ടു തുടങ്ങിയത്. PSCയിലെ നിയമനങ്ങൾക്കെതിരെ എന്നാണ് യൂത്ത് കോൺഗ്രസ് ഒക്കെ ശബ്ദം ഉയർത്തി തുടങ്ങിയത്? അതൊക്കെ ഈ കാലത്തല്ലേ. അപ്പൊ നമ്മളത് കണ്ടില്ലെന്ന് നടിക്കരുത്. ഒരു കാര്യം കൂടി, കാരണം ഇവിടെ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ഒരു ഭരണഘടനാ നിലവാരത്തിൽ പോകുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിന് എതിരെയാണ് ഈ സംഭവങ്ങൾ വരുന്നത്. ഇതാ ഇപ്പോൾ ഈ JDS എന്ന പ്രസ്ഥാനത്തിലും ഇങ്ങനെ പറയുന്നു. NCP കുറിച്ച് നേരത്തെ അവിടെ ചില സംശയങ്ങൾ, അങ്ങനെ ഇത്തരത്തിലുള്ള ഈ പ്രധാനപ്പെട്ട തസ്തികളൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരു സുഗമമായ, കാരണം ഈ ഒരു നല്ലൊരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണ്ടതല്ലേ? മറ്റൊരു ഏജൻസി അന്വേഷിക്കേണ്ട ഒരു വിഷയമായി, ഇത് ഗൗരവപ്പെട്ട ഒരു വിഷയമായി ഇത് മാറുന്നുണ്ടോ? കാരണം ഒരുപാട് പേര് പറയുകയാണ് ഇങ്ങനെയുള്ള വളരെ മഹനീയമായ സ്ഥാനത്തേക്ക് കാശ് കൊടുത്താൽ അവിടെ കാര്യങ്ങൾ കിട്ടുമെന്ന് പറയുമ്പോൾ അത് PSC എന്ന സംവിധാനത്തെ കൂടി കളങ്കപ്പെടുത്തുകയാണ്, ഒരു തെറ്റായ സന്ദേശം നൽകുകയാണ്, അതിന്റെ വിശ്വാസത്തേക്ക് ക്ഷതമേൽക്കുകയാണ്. അപ്പോൾ ഇതിലൊരു സ്വതന്ത്രമായ ഒരു അന്വേഷണം നടക്കേണ്ടതല്ലേ? അല്ല, അന്വേഷണം നടക്കുക എന്നുള്ളത് സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമാണ്. അത് കേരളത്തിലെ പോലീസും വിജിലൻസും ഈ അടുത്ത കാലത്ത് അന്വേഷിച്ചിട്ട് എന്തായി എല്ലാ കാര്യങ്ങളും എല്ലാവരെയും കുറ്റവിമുക്തരാക്കിയില്ലേ? മിനിങ്ങാൻ നടക്കാൻ കുറ്റവിമുക്തരാക്കിയില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാലും എനിക്കൊരു വലിയ വിശ്വാസമൊന്നുമില്ല. കാരണം ഇതൊക്കെ രാഷ്ട്രീയമായിട്ട് അങ്ങനെയൊക്കെ പോകും. പക്ഷെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന എന്താണ്? അഴിമതിക്കെതിരെ അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റ് അഴിമതിക്കൊപ്പം എന്നും ആരോപണ വിധേയരായി നിൽക്കുന്നു എന്നുള്ളതാണ്. പാർട്ടി പ്രവർത്തകരോടെങ്കിലും വ്യക്തമായ കാര്യം പറയണ്ടേ? ഇന്നിപ്പോ ഈ 3 നേതാക്കളും ഒരു കാര്യം പറഞ്ഞാൽ മതി, അങ്ങനെ അഴിമതി ഉണ്ടെന്ന് കേട്ടു, അന്വേഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ അഴിമതിയെ കുറിച്ച് വ്യക്തമായി പരാതി കൊടുത്തിട്ടുണ്ട്, പാർട്ടി അന്വേഷിക്കുന്നുണ്ട്. ഇതൊക്കെ എത്ര വ്യക്തമായി ഉത്തരം പറയാം? ഇത് കോൺഗ്രസിന്റെ ഒക്കെ ആണെങ്കിൽ ഇവർ ചോദിക്കാറുണ്ടല്ലോ, എന്താ KPCC മിണ്ടാത്തതെന്ന്, എന്താ CPM എന്താ ഇതിൽ ഉചിതമായ തീരുമാനം പറയണ്ടേ? നിങ്ങൾ മറ്റേ കൈക്കൂലി പണം വാങ്ങിച്ചു എന്ന് പറയുന്ന ആളുടെ പേരും എല്ലാം പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പൊ പാർട്ടി സെക്രട്ടറിക്ക് പറയാമല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറയാമല്ലോ ബന്ധപ്പെട്ടവർക്ക്, പാർട്ടി നേതാക്കൾക്കും മന്ത്രിമാർക്കും ഒക്കെ. ഇതൊന്നും ഇല്ല. ഇത് CPM മാത്രമല്ല, CPI വന്നു, JDS വന്നു, INL എല്ലാ പ്രസ്ഥാനങ്ങളെ കുറിച്ചും പത്രങ്ങളിൽ വാർത്തയുണ്ട് ഈ PSC ആയിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2014 ശേഷം എന്തുകൊണ്ട് PSCയിൽ ഇങ്ങനെ വിവാദത്തിലായി എന്നുള്ളത് ആദ്യം അന്വേഷിക്കണം. അപ്പൊ 2016 തൊട്ട് അന്വേഷിക്കണം. അങ്ങനെ അന്വേഷിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ പിടുത്തം കിട്ടും. അപ്പൊ അത് അന്വേഷിക്കാൻ പോയാൽ പുരുവാലായിരിക്കും. അതുകൊണ്ടെന്ന് വെച്ചാൽ തേച്ചു മാച്ചുകളെ എളുപ്പമുള്ള കാര്യമാണല്ലോ. ഇതിലാരും ശിക്ഷിക്കപ്പെടില്ല. ഇവിടെ റെജി ലൂക്കോസ് എന്റെ സുഹൃത്ത് എന്താ പറഞ്ഞത്, സ്ക്രീനിങ് ഉണ്ടെന്ന്. ഈ അടുത്ത കാലത്ത് CPM-ലേക്ക് വന്ന ഒരാളെ ഏതോ കേസിൽ പ്രതിയല്ലേ, മാലയിട്ട് സ്വീകരിച്ചു എന്നൊക്കെ പത്രവാർത്ത വന്നത്. CPM-ലേക്ക് സ്വീകരിച്ചത് ഏതൊരു ജില്ലയില്, എളുപ്പം ഈ കുടുംബ പാരമ്പര്യവും അങ്ങ് ഈ ജനന സർട്ടിഫിക്കറ്റ് ഒന്നും എടുക്കേണ്ടതില്ല. കാപ്പ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്നതാണ്. അതാ പറഞ്ഞ. അപ്പൊ എന്ത് സ്ക്രീനിങ് ആയി പാർട്ടിയിലുള്ളത്? അപ്പൊ നമ്മള് റെജി ലൂക്കോസിനെ പോലുള്ളവരൊക്കെ ഇങ്ങനെ ന്യായീകരിക്കുമ്പോൾ ആലോചിക്കേണ്ടത്, ജനങ്ങൾ ഇതൊന്നും വിശ്വാസത്തിൽ എടുക്കാത്തതുകൊണ്ടാണ് MA ബേബിക്ക് ലേഖനം എഴുതേണ്ടി വന്നത്. ജനങ്ങൾ അകന്നു എന്ന് MA ബേബി പറയുമ്പോൾ ജനങ്ങൾ ഒപ്പം ഉണ്ടെന്ന് മുഖ്യമന്ത്രി എങ്ങനെയാ പറഞ്ഞത്? അപ്പൊ എന്തൊരു പാർട്ടിയാണിത്? ജനങ്ങൾ അകന്നു, ഉത്കണ്ഠയാണ് ജനങ്ങൾ നമ്മളിൽ നിന്ന് അകലുന്നത് എന്ന് പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറയുമ്പോൾ മറ്റ് നേതാക്കളെ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, തൊട്ട് താഴെയുള്ള അംഗങ്ങൾ പറയാണ് ജനങ്ങൾ ഞങ്ങൾക്ക് ഒപ്പം ഉണ്ടെന്ന്. AK ബാലനും അതുപോലുള്ള നേതാക്കളും പറയുന്നത് ഒപ്പമുണ്ട്. പോളിറ്റ് ബ്യൂറോ മെമ്പർ പറയുന്നത് ജനമാകുന്നു. അപ്പൊ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പരാജയത്തെ പോലും സത്യസന്ധതയോടെ വിലയിരുത്തി പ്രവർത്തകരോട് പറയാൻ പറ്റാത്തൊരു പാർട്ടിക്ക് പുറത്തൊന്ന് പറയാ, അകത്തൊന്ന് പറയാ,
അകത്ത് പോയിട്ട് ഗോവിന്ദൻ മാഷെ മറ്റേ ആർത്തി എന്ന് പറയുമ്പോൾ 3 വർഷം മുമ്പ് ഗോവിന്ദൻ മാഷ് അധികാരം ഏൽക്കുമ്പോഴേ അദ്ദേഹം പറഞ്ഞു, ഇത് തന്നെ പറഞ്ഞിരുന്നു, സുഖലോലുപരാകുന്നു എന്നാണ് പറഞ്ഞത്. വാക്കുമാറിപ്പോയിന്നേ ഉള്ളൂ. അപ്പൊ അന്ന് അധികാരത്തിൽ സെക്രട്ടറി ഏറ്റെടുത്ത മാഷെ എന്തുകൊണ്ടാണ് ആ സുഖലോലുപതയ്ക്ക് എതിരായി പാർട്ടിയിൽ നടപടിയെടുക്കുക എന്നത്? മാഷിന് പറ്റില്ല. അതാണ് പാർട്ടി മാറിപ്പോയി. നിങ്ങൾക്ക് ഈ പാർട്ടിയെ കുറിച്ച് ഒരു ചുക്കും അറിയില്ലെന്ന് പറഞ്ഞത് നമ്മളിപ്പോ ഓരോ ദിവസവും ശരിയായി വരികയാണ്. നമുക്കൊരു ചുക്കും അറിയില്ല പ്രതീക്ഷയെ, നമ്മൾ വെറുതെ ചർച്ച ചെയ്ത് സമയം കളയാന്നല്ലാണ്ട് ഈ പാർട്ടിയെ കുറിച്ച് നമുക്കൊരു ചുക്കും അറിയില്ല എന്ന് പറഞ്ഞാൽ ചുക്കും അറിയില്ല. അല്ലെങ്കിൽ ഇത്ര ലാഘവത്തോടെയാണോ കാര്യങ്ങൾ പറയുന്നത്? പെട്ടെന്ന് കണ്ടെത്താൻ പറ്റാവുന്നല്ലേ ഇത്? നിങ്ങൾ പണം കൊടുത്തോ എന്ന് പരാതിക്കാരനോട് ചോദിക്കുക, നിങ്ങൾ പണം വാങ്ങിയോ എന്ന് പണം വാങ്ങിയ ആളോട് ചോദിക്കുക, തീരുമാനം എടുക്കുക. അതിനെന്തിനാ അന്വേഷണം? അതിനെന്തിന് വേറെ പാർട്ടിയും സർക്കാരും നടപടി? സമയക്കുറവുള്ളതുകൊണ്ട് ശ്രീ റെജി ലൂക്കോസ്, അങ്ങനെ ഈ ലക്ഷോപലക്ഷം വരുന്ന ആളുകളുടെ പ്രതീക്ഷയാണ് ഈ പാർട്ടി. ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞ പോലെ പാർട്ടി അങ്ങ് പോയി എന്ന് പറഞ്ഞാലൊന്നും ആരും സമ്മതിക്കില്ല. കാരണം ഈ പാർട്ടിയുടെ കരുത്തോടുകൂടി ഇന്ത്യയിൽ തന്നെ ഉണ്ടാകണം. പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ ഈ ജീർണതകൾ അവിടെ അത് കാലതാമസമില്ലാതെ പിക്ക് ചെയ്യാൻ കഴിയണം. സഭയിൽ നിന്ന് മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? ഇത്തരം സംഭവം ഈ PSC പോലെയുള്ള സംവിധാനങ്ങളുടെ പേരിൽ തട്ടിപ്പൊക്കെ നടക്കാറുണ്ട് എന്ന് പറയുമ്പോൾ അത് കള്ളത്തരങ്ങളൊക്കെ അത് അംഗീകരിക്കുകയാണ് ഒരർത്ഥത്തിൽ. അപ്പോൾ അവിടെ എന്താണ് വേണ്ടുന്നത്? ഈ വന്ന വിഷയവും ഗൗരവത്തോടുകൂടി കണ്ട് ഒരു സെറ്റിൽമെന്റ് നടക്കാതെ ഒരു നടപടി പാർട്ടി അല്ലെ പിരിച്ച് അദ്ദേഹത്തെ പുറത്തായിക്കൊണ്ടല്ല അവിടെ തീരേണ്ടതല്ല. ഇതിലെന്താണ് സംഭവിച്ചതെന്ന് സ്വതന്ത്രമായി ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യതയുണ്ട്. അന്വേഷണം അതിനു വേണ്ടി നടക്കണം. സമാനമായ രീതിയിൽ ഉള്ള കച്ചവടങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് എവിടെയായാലും അതിനെ തിരുത്തപ്പെടണമെങ്കിൽ ഒരു അന്വേഷണം അനിവാര്യമാണ്. അത് നടക്കുമെന്ന് പ്രതീക്ഷിക്കാമോ ശ്രീ റെജി ലൂക്കോസ്? 100% പ്രതീക്ഷിക്കാം. ഞാൻ ഈ ചർച്ച തുറന്ന് സംസാരിച്ചില്ല, ഒരു തർക്കമല്ല കാര്യത്തിൽ. പിന്നെ ഈ കുംഭകോണ ചരിത്രം മാത്രമുള്ള കോൺഗ്രസ് പാർട്ടിനെ കൈവെള്ളയിൽ ഇരുന്ന് സംരക്ഷിച്ചുകൊണ്ട് ഈ CPM-നെതിരെ വരുന്ന പച്ച നുണകളെ ഒരു വേട്ടയാടൽ പോലെ പ്രിയപ്പെട്ട ശ്രീകുമാർ സാറിനെ പോലെ പറയുന്നവർ ഈ കേരളത്തിലെ ജനങ്ങളെ കേട്ടോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് എന്തെങ്കിലും തരുമുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞു. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അതിന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റി കൂടുന്നു. ഇതിനൊരു പരാതിക്കാരില്ല എന്നുള്ളതാണ് വേറൊരു വസ്തുത. മുഹമ്മദ് റിയാസിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാലങ്ങളായിട്ട് കഴിഞ്ഞ 3 വർഷമായിട്ട് നടക്കുന്നതിൽ ആവർത്തനമായിട്ട് എനിക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി അതല്ല, എന്തെങ്കിലും ഒരു തെളിവ് ഈ കാര്യത്തിലുണ്ടെങ്കിൽ, എന്തെങ്കിലും കുറ്റമായിട്ട് ചെയ്യുന്നത് പരാതിക്കാരില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ റെജി ലൂക്കോസ് പറയുന്നത് പരാതിക്കാരില്ല എന്ന്. അല്ല, നിങ്ങളുടെ കോഴിക്കോട് റിപ്പോർട്ടർ ബഹുമാനപ്പെട്ട വിജയൻ തന്നെ റിപ്പോർട്ട് ചെയ്തില്ല, ഇതിന് പരാതിക്കാരെ അതിനകത്ത് പ്രത്യക്ഷത ഇല്ല എന്നുള്ളവരും. അപ്പൊ പിന്നെ ഞാനല്ലാണ്ട് ഞാനത് കേട്ടോണ്ടല്ലോ ഈ മറുപടി പറഞ്ഞത്. പരാതിയായിട്ട് ആരും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഇതൊരു കഥ പോലെ ഇന്ന് പുറത്തു വരുവാണ്. എന്നിട്ട് പോലും ഞങ്ങൾ 22 ലക്ഷം വാങ്ങിയതും കഥയാണ്, 60 ലക്ഷം ആദ്യമേ പറഞ്ഞതും കഥയാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. ഞാൻ അങ്ങനെ അടവന്റ് ആയിട്ടൊന്നും ന്യായീകരിക്കുന്നില്ല. അങ്ങനെ എന്തെങ്കിലും വീഴ്ച, മനുഷ്യസഹജമായ ഒരു വീഴ്ച സംസ്ഥാനത്തെ DGPക്കെതിരെ ശ്രീ റെജി ലൂക്കോസ്, സംസ്ഥാനത്തെ DGPക്കെതിരെ ഏറ്റവും സമീപകാലത്താണല്ലോ ഒരു സംഭവം ഉണ്ടാകുന്നത്. അവിടെ എങ്ങനെയാണ് അത് പുറത്തേക്ക് വരുന്നത്? പിന്നീട് എങ്ങനെയാണ് അത് രമ്യ ഹർജിയായിട്ട് അത് കോടതിയിലേക്ക് എത്തുകയും ആ കേസ് ഇല്ലാതാവുകയും ചെയ്യുന്നത്? അപ്പോൾ അതിൻ്റെയൊക്കെ ഈ പണം കൊടുക്കുന്നവൻ അവന് ആ പൈസ തിരിച്ചു കിട്ടണം. പക്ഷേ എന്നാൽ ഇന്നിപ്പോൾ നോക്കുമ്പോൾ എല്ലാം മാന്യമായിട്ട് നിൽക്കുന്നു. പക്ഷെ അന്ന് അവിടെ ഒരു ഗുരുതരമായ അലംഭാവം നടന്നിരുന്നു. അത് പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. അതൊക്കെ നമ്മൾ ചിന്തിക്കണം. അല്ല നമ്മുടെ അടമൻ സ്റ്റാൻഡായിട്ട് ഒന്നുമേ എല്ലാം കൈകൾ ശുദ്ധമാണെന്ന് പറയുമ്പോൾ പല അതിന്റെ തലം കൂടി ചിന്തിക്കേണ്ടത് ശ്രീ റെജി ലൂക്കോസ്. അല്ല, ആരാണ് അടമന്റെ സ്റ്റാൻഡ് എടുത്തത്? ഇത്രയ്ക്ക് തുറന്ന് സമ്പാദിക്കാനും സംസാരിക്കാനും കാര്യങ്ങളോട് ജനങ്ങളോട് പറയാനും തെറ്റുകളുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എവിടെയാണ് അടമന്റായിട്ടുള്ള തീരുമാനം എടുക്കുന്നത്? പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കള്ളത്തരങ്ങളുടെ ആവർത്തനം 2 വർഷമേ ഉള്ളൂ. ഇത്തരം ഒരുപാട് നുണകൾ അവരുടെ ഫാക്ടറിയിൽ നിന്ന് വരും. ഒരു തർക്കമില്ല. അശ്ലീലങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് CPM-നെതിരെ ഈ സാമൂഹിക മാധ്യമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് വരും. അതൊക്കെ എത്ര കാലങ്ങളായിട്ട് കേരളത്തിലെ ജനങ്ങൾ നടന്ന DGP ഒരു അഴിമതി നടത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തോട് മനസ്സിലായി കാര്യം എന്നുള്ളവരും ആ പറയുന്ന ഈ ആരോപണം ഉന്നയിച്ച ആളും പിന്നീട് പറഞ്ഞില്ലേ, ഞങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിച്ചു. അവിടെ എന്ത് തട്ടിപ്പാണ് DGP നടത്തിയത്? അപ്പൊ നമ്മൾ ആരെയും ടാർഗറ്റ് ചെയ്ത് ഈ മാധ്യമങ്ങളിലൂടെ എല്ലാം പുറത്തേക്ക് വന്ന് കഴിഞ്ഞിട്ടാണ് അവിടെ ഒത്തുതീർപ്പും കാര്യങ്ങളൊക്കെ പോയത്. അതിനു മുമ്പത്തെ കോടതി ഇടപെട്ട വിഷയമാണ്. അപ്പോൾ നടന്നിട്ടില്ല എന്നൊന്നും പറയില്ല. നിങ്ങൾ ഈ നമ്മൾ ആടിനെ പട്ടിയാക്കും എന്ന് പറയുന്നല്ലോ, അതുപോലെ പറയുമ്പോൾ ഈ എല്ലാ കാര്യങ്ങളും വിഴുങ്ങി അങ്ങ് പറയരുത്. ചിലതുണ്ട്. ഇന്ന് താങ്കൾക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തലം ഒരുങ്ങിയിട്ടുണ്ട്. അത് ഇതുവഴിയാണ് ആ തലത്തിലേക്ക് വന്നതെന്ന് ചിന്തിക്കണം. അല്ല, ഞാൻ പറയുന്നത്, എനിക്കൊരു സംശയം ചോദിക്കട്ടെ. ഇവിടെ എന്തെല്ലാം രാഷ്ട്രീയ എന്താ പറയാ സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു, ഏതെല്ലാം ഇതിൽ അവജയങ്ങൾ നടക്കുന്നു മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ, അവരെ ഒന്നും ടാർഗറ്റ് ചെയ്യാതെ കൊണ്ട് CPM പോലെയുള്ള പ്രസ്ഥാനത്തിൽ ഒരുപാട് ലക്ഷം വരുന്ന ആളൊക്കെ പ്രതീക്ഷയുണ്ട്. ആ പാർട്ടിയിൽ ഇങ്ങനെ അല്ലായിരുന്നു രീതികൾ. അതുകൊണ്ട് പറയുന്നെന്ന് മാത്രം. അതായത് അത് വലതുപക്ഷ മാധ്യമത്തിൻ്റെതല്ല.
അങ്ങനെ താങ്കൾ ചിന്തിക്കുകയും ചെയ്തത് കേട്ടുകേഴ്വിയില്ലാത്ത സംഭവങ്ങൾ CPM പോലെയുള്ള വളരെ ഫിൽറ്ററിങ്ങുള്ള, താങ്കൾ പറഞ്ഞുവല്ലോ, ഒരു അംഗത്വം പോലും പാർട്ടി മെമ്പർഷിപ്പ് പോലും കൊടുക്കണമെങ്കിൽ അതിൻ്റെതായ ഫിൽറ്ററിംഗ് ഉള്ള സംവിധാനമുള്ള സ്ഥലങ്ങളിൽ സംഭവിക്കുമ്പോൾ അത് വാർത്തകളാകും, അത് ഉത്കണ്ഠകളായും വരും, അങ്ങനെയൊക്കെ വരും, അത് സ്വാഭാവികമാണ്. ഏഷ്യാനെറ്റിന് ചെയർമാനായിരുന്ന രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന ശശികുമാർ സാർ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞു. അതായത് കള്ളക്കഥകളുടെ പുറകെ പോയി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന മാധ്യമങ്ങളുണ്ടെങ്കിൽ, ഞാൻ മാതൃഭൂമിയെ പിൻപോയിന്റ് ചെയ്യുമല്ലോ, ഉണ്ടെങ്കിൽ അവര് ജനങ്ങളുടെ മുമ്പിൽ നിന്നും അകന്നു പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നു പറഞ്ഞു. ഇത് തന്നെ അതിന്റെ വസ്തുത എന്ന് പറയുന്നത്. ഇന്ന് വരെ ഏതെങ്കിലും ഒരു തട്ടിപ്പ് ആരോപണങ്ങൾ തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട്? ഓരോ ദിവസം ഓരോന്ന് കൊണ്ടുവരും. 24 മണിക്കൂർ ജനം 5 വർഷം കൂടുമ്പോൾ അതിനുള്ള മറുപടി തരുന്നില്ലേ ശ്രീ റെജി ലൂക്കോസ്? ജനം എന്ന് പറയുന്നത് വെറും പൊട്ടന്മാരല്ലെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ഇതൊക്കെ കണ്ടടച്ചിട്ടാക്കുമ്പോഴും 5 പക്ഷേ ഒരു ഗതികേടിന്റെ പ്രശ്നമേ ഉള്ളൂ. 5 വർഷം കൂടുമ്പോഴേ ഈ രാജ്യത്തൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന പരമ ദയനീയമായ ഒരു അവസ്ഥ മാത്രമേ ഉള്ളൂ. ജനങ്ങളുടെ വിധിയെ ശിരസ വഹിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ ഇത്. 2021 മുമ്പ് ഇതിന്റെയൊക്കെ 10 ഇരട്ടി ഗ്രാവിറ്റിയുള്ള എന്ന് അവർ അവകാശപ്പെടുന്ന ആരോപണങ്ങളുടെ പരമ്പരകള് ഇവിടെ നടത്തുന്ന 2-3 വർഷക്കാലം ഇതേ ജനമാണ് 9-8 സീറ്റ് അധികം നൽകി 99-ലേക്ക് കടത്തിക്കൊണ്ടുവന്നു. അപ്പൊ കേരളത്തിലെ ജനങ്ങളെ ടാർഗറ്റ് മാത്രം, അവരുടെ മനോഭാവത്തെ, അവരുടെ വിശകലന ബുദ്ധിയെയും ഒരിക്കലും നിങ്ങൾ ആരും ടാർഗറ്റ് ചെയ്ത് കേരളത്തിലെ ജനങ്ങളെല്ലാം അവരുടെ ക്ഷമാശേഷിയും ചിന്താശേഷിയും പരീക്ഷിക്കാതിരിക്കുക, അളക്കാതിരിക്കുക. റെജി ലൂക്കോസ്, എന്തായാലും സമയക്കുറവുള്ളതുകൊണ്ടാണ്. എന്തായാലും പാർട്ടി ഇത് വളരെ ഗൗരവത്തോടെ വിഷയമായത് കാണട്ടെ. അത് പാർട്ടി കോടതിയിൽ വിചാരണ മാത്രം നടക്കാതിരിക്കട്ടെ. അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി അന്വേഷിക്കണം. പരമപ്രധാനമെന്ന് ശ്രീകോവിൽ പോലെ നമ്മൾ കരുതുന്ന PSC എന്ന സംവിധാനത്തെ കളങ്കപ്പെടുന്ന തരത്തിലേക്ക് ഈ വിഷയം മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യവും സ്വതന്ത്രവുമായ ഒരു അന്വേഷണം കൂടി ഉണ്ടാകേണ്ടതുമാണ്.